ഒരു നിഴലായി കൂടെയുണ്ടമ്മ, എന്നും ഒരു തണലായി ചാരയുണ്ടമ്മ. എന്നും ഒരു നിഴലായി കൂടെയുണ്ടമ്മ, എന്നും ഒരു തണലായി ചാരയുണ്ടമ്മ. എന്നോടു കൂടെയും കൂട്ടായുണ്ടമ്മ, എന്നുള്ളിൽ മരമായ വരമാണെന്നമ്മ. അമ്മേ കൈവിടല്ലേ, നിന്നരികിൽ ചേർത്തിടലേ, തായേ കാത്തിടലേ, നിൻ കൃത്തിൽ കാക്കേണമേ. അമ്മേ കൈവിടല്ലേ, നിന്നരികിൽ ചേർത്തിടലേ, തായേ കാത്തിടലേ, നിൻ കൃത്തിൽ കാക്കേണമേ, നിൻ കൃത്തിൽ കാക്കേണമേ, നിൻ കൃത്തിൽ കാക്കേണമേ. പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മളെല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. അമ്മേ, നിൻ ഹൃത്തിൽ ഞങ്ങളെല്ലാവരെയും കാക്കണമേ. അമ്മ ഞങ്ങളോട് എപ്പോഴും പറയുന്നുണ്ടല്ലോ, എൻ്റെ വിമല ഹൃദയത്തിൽ നിനക്കും ഒരിടമുണ്ട്. പ്രിയമക്കളായ ഞങ്ങളെ അമ്മ മാതാവേ, അമ്മയുടെ ആ ഹൃദയത്തോടമ്മ ചേർത്ത് വെക്കണമേ. മാതൃവാത്സല്യത്തിൻ്റെ തണലിൽ അമ്മയുടെ പ്രിയ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിനത്തെ ശുശ്രൂഷകളെ എൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. വിമല സങ്കേതം 21 ദിനത്തിൻ്റെ ഈ ശുശ്രൂഷകളിൽ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. അമ്മയെക്കുറിച്ചുള്ള ധ്യാന ചിന്തകൾ ഈശോയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് നിർത്തുന്നതാകട്ടെ. ഏറ്റവും ഭക്തിയോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്കൊന്ന് മനസ്സിലോർക്കാം. നിയോഗങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടേക്ക് അയച്ചു തരുന്നവർ അതുകൂടി ഒന്ന് മനസ്സിലോർത്തോ. ഈശോയുടെ വലിയ കൃപയും അനുഗ്രഹവും നമ്മുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ ഈശോയെ ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അമ്മയുടെ ഹൃദയത്തോട് പ്രിയമക്കളായി ഞങ്ങളെ അമ്മ ചേർത്ത് പിടിക്കണമേ. വിശുദ്ധിയിൽ ദൈവമക്കളാക്കി എന്നും വളർത്തണമേ. പ്രാർത്ഥനയോടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായി നമുക്കെല്ലാവർക്കും ഭക്തിപൂർവം ഒരുങ്ങാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇന്നെൻ്റെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിമല സങ്കേതം 21-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ എല്ലാവരുടെ കൂടെയുണ്ട്. നമ്മളെല്ലാവരും കുടുംബം ഒന്നിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ. വിദേശങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ ആയിരുന്ന അനേകർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങൾ ശാലം കൂട്ടായ്മയിലേക്ക് അയച്ചു തരുന്നു. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ഓൺലൈനിൽ യൂട്യൂബിലൊക്കെ അച്ഛനും ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, സമർപ്പിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലെ വിശുദ്ധ ബലിയിലൊക്കെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അഭിഷേകം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് ഈശോയിൽ നിന്ന് വാങ്ങിത്തരും തീർച്ചയായും. ഒപ്പം തന്നെ ഈ ശുശ്രൂഷ നമ്മളെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിലേക്കാണ്. നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതിനെല്ലാം ഉപരിയായി ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവീക കൃപകളിലേക്ക് നമ്മൾ അടുക്കുന്ന വ്യക്തികളായിട്ട് മാറണം. പരിശുദ്ധ അമ്മ, ഈശോ പരിശുദ്ധ അമ്മയിലൂടെ നമ്മളെ കരം പിടിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറണം. അപ്പം നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരാ,
മറിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ്, അഭിഷേകമുണ്ടാകുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഈ ദിനങ്ങളിൽ 3-ാം ഘട്ടവും 4-ാം ഘട്ടവും നമ്മളെ ആത്മീയ ജീവിതത്തിൻ്റെ കൃപകളിലേക്ക് നയിക്കേണ്ട ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കാണുന്ന വചനം, നമ്മളിപ്പോൾ ശ്രവിച്ച വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാം തിരുവചനം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ചേർന്ന് ഹൃദയത്തിലൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയിൽ പ്രിയമുള്ളവർ ഓർക്കണം, നമ്മുടെ ഈ ശുശ്രൂഷ നമ്മളെ നയിക്കേണ്ടതും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ശുശ്രൂഷ കാണുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു കൃപയിലേക്ക് നമ്മൾ നടന്നെടുക്കണം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വചനം നമ്മുടെ ജീവിതത്തിലൊന്ന് മാംസം ധരിക്കാൻ വേണ്ടി ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വലതുകരം ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് ആവർത്തിച്ച് ഈ ശുശ്രൂഷയുടെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒപ്പം തന്നെ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ ഒന്ന് അഭിഷേകത്തോടെ പറയുകയാണ്. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പ്രിയമുള്ളവരെ, ഇത് ഈ ദിനങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലേണ്ട ഒരു ദൈവവചനമാണ്. ഈ വചനം നമ്മളിൽ മാംസം ധരിക്കുവാനായി നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ പ്രത്യേകിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഈശോയെ, ഈ വചനം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് എന്നിൽ മാംസം ധരിക്കട്ടെ. ഇത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും വലിയൊരു വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മൾ വചനവിചിന്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നമ്മളെ നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം നമ്മൾ കാണുകയും, പരിശുദ്ധ അമ്മ ഈ വചനം നമ്മളിപ്പോൾ ശ്രവിച്ച ലൂക്ക 1:35 വചനം, ദൈവത്തിൻ്റെ അരുളപ്പാട് ഗബ്രിയേൽ ദൂതനിലൂടെ കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ പോലും അറിയുന്നില്ല. പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, മംഗളവാർത്തയിൽ പറയുകയാണ്, നീ ഒരു പുത്രന് ജന്മം നൽകും, ദൈവപുത്രൻ്റെ അമ്മയാകാൻ പോകുന്നു. ഇതൊക്കെ കേട്ട് പരിശുദ്ധ അമ്മ അസ്വസ്ഥയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് കടന്നു വരുമ്പോൾ, ആത്മാവിനാൽ നീ നിറയപ്പെടുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. മറ്റുത്തരവുള്ളൂ. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിൽ, അസ്വസ്ഥതകളിൽ, സങ്കടങ്ങളിൽ നീ നിൽക്കുമ്പോൾ ഇനി എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകും? ഇതെല്ലാം എങ്ങനെ ക്രമീകരിക്കപ്പെടും? നിന്റെ ബുദ്ധിപരമായ ചിന്തകൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇതാ നമുക്ക് കാണിച്ചു തരികയാണ്. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അസ്വസ്ഥതകൾ മാറുവാൻ, ബുദ്ധിമുട്ടുകൾ മാറുവാൻ, നിന്റെ ടെൻഷൻ മാറുവാൻ, നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ മാറുവാൻ ദൈവം നിനക്ക് നൽകുന്ന മറുപടി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകിയ അതേ വചനത്തിലൂടെ തമ്പുരാൻ ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള ദൈവ സഹോദരങ്ങളെ, ദൈവമക്കളെ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തെ പുത്തൻ അഭിഷേകത്തിലേക്ക്, പുതു ചൈതന്യത്തിലേക്ക് നയിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതം അതല്ലേ കാണിച്ചു തരുന്നത്. ഈ വചനത്തിൽ വിശ്വസിച്ച് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ നിന്റെ മുൻപിൽ നീ പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പിന്നെ പരിശുദ്ധ അമ്മയെ ആകുലപ്പെടുന്നില്ല, അസ്വസ്ഥപ്പെടുന്നില്ല. പിന്നീടുള്ള പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ, അഭിഷേകത്താൽ നയിക്കപ്പെടുന്ന ജീവിതമാണെന്ന് നമ്മൾ വചനത്തിൽ കാണുകയാണ്. തൊട്ടടുത്ത വചനത്തിൽ നാം കാണുന്നു, പരിശുദ്ധ അമ്മ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. ലൂക്കാ സുവിശേഷം 1:41 തിരുവചനം ഇതാണ്, മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. നോക്കിക്കേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച
പരിശുദ്ധ അമ്മ ആദ്യമായി നടത്തിയ യാത്ര എലിസബത്തിന്റെ ഭവനത്തിൽ. ഇതാ എലിസബത്തും ഉദരത്തിലായിരിക്കുന്ന ശിശു സ്നാപക യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന വലിയൊരു അഭിഷേകം. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ ഈശോ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക്, പിതാവായ ദൈവം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്കും അഭിഷേകത്തിലേക്കും കൈപിടിച്ച് നയിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വചനം നമുക്ക് നൽകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-17 തിരുവചനങ്ങൾ. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ഈശോ ചേർന്ന് നിൽക്കുന്ന ദിനങ്ങൾ, ജീവിതം നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. 12-ാം വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ കണ്ടുമുട്ടുമ്പോൾ ലൂക്കാ സുവിശേഷത്തിൽ നാം കാണുന്നു, പിന്നീട് അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു. 12-ാം വയസ്സ് മുതൽ 30-ാം വയസ്സ് വരെയുള്ള ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് പിന്നീട് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നില്ല. 30-ാം വയസ്സിൽ തൻ്റെ പരസ്യ ജീവിതം ഈശോ ആരംഭിക്കുമ്പോൾ സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുന്ന ഈശോയെ നാം ഇതാ വചനത്തിൽ മത്തായി സുവിശേഷം, ഇപ്പോൾ വായിച്ചു കേട്ട വചനം, മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 തിരുവചനങ്ങളിൽ നാം കാണുകയുണ്ടായി. പരിശുദ്ധ അമ്മയോട് ഈശോ ചേർന്ന് നിന്നപ്പോൾ ഇതാ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും സ്നാനം ചെയ്യപ്പെടുന്ന ഒരു അഭിഷേകത്തിൻ്റെ നിറവ്. എല്ലാ മനുഷ്യരെ പോലെ ഈശോയും ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ നാം എല്ലാവരും സ്വീകരിക്കേണ്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഈശോയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ്, അഭിഷേകം വീണ്ടും സംജാതമാകുന്നത് നമ്മൾ കാണുകയാണ്. വീണ്ടും ഇതാ അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരങ്ങളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 1-14. ഇവരെന്ന് പറയുന്നത് സ്ലീഹന്മാരാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയോടുകൂടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് നമ്മൾ പന്തക്കുസ്തായുടെ അനുഭവം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നത്. സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന 3 സംഭവങ്ങൾ, നമ്മളിപ്പോൾ കണ്ട 3 സംഭവങ്ങൾ എലിസബത്തിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും ജീവിതത്തിൽ ഈശോ വീണ്ടും സ്നാനം സ്വീകരിക്കുന്നത്, 3 സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്, ഇവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കാരണം പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞവളായിരുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവളായിരുന്നു. അതിനാൽ തന്നെ അമ്മയോട് ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കടന്നു വരുവാനായി അവരെല്ലാം പരിശുദ്ധ അമ്മ ഒരുക്കും. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവളായിരുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവളായിരുന്നു. നമ്മൾ ഇന്ന് ആരംഭത്തിൽ ശ്രവിച്ച വചനം ഓർമ്മപ്പെടുത്തുന്നു അത്. പിന്നീടുള്ള പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ ഈ ആത്മാവിൻ്റെ നിറവിലൂടെ, അഭിഷേകത്തിലൂടെ ഒഴുകപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ആയതിനാൽ തന്നെ പരിശുദ്ധ അമ്മ തന്നോട് ചേർന്നിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോഴാണ് നാം എല്ലാവരും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കാരണമായി തീരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് പരിശുദ്ധ അമ്മയാണ് നമ്മളെ നയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ, വിമല സങ്കേത ശുശ്രൂഷയിലൂടെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും ഈ ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു ജീവിതമാണ്. ഈ ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു ജീവിതമാണ്. പലരും നിങ്ങളുടെ പ്രാർത്ഥന നിയോഗത്തിൽ എഴുതിയിട്ടുണ്ട്, കുടുംബത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി, പരസ്പരം സ്നേഹിക്കുവാൻ വേണ്ടി, കൂട്ടായ്മയിലായിരിക്കുവാൻ വേണ്ടി. ഒത്തിരി പേരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല. വിശ്വാസ ജീവിതത്തിൽ വർദ്ധിക്കണം.
ഇങ്ങനെയുള്ള ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതുമ്പോൾ ഞങ്ങളതെല്ലാം ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ അഭിഷേകമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നമ്മുടെ ജീവിതം നിറയപ്പെടുന്ന വലിയൊരു അഭിഷേകം. ഗലാത്യ ലേഖനം, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഒന്ന് പറഞ്ഞു നോക്കിയേ, നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ മനസ്സിലാഗ്രഹിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ഇതും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. കാരണം ഐസ് തന്നിട്ടുള്ള ഒത്തിരി നിയോഗങ്ങളിൽ ഇതെല്ലാം ഉണ്ട്. കുടുംബത്തിൽ സമാധാനം എപ്പോഴാണ് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിറയപ്പെടുമ്പോൾ. മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന എപ്പോഴാണ്? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ. മറ്റുള്ളവരോടൊരു അനുകമ്പയോടെ ദയയോടെ സംസാരിക്കാനും പെരുമാറാനും നമുക്ക് എപ്പോഴാണ് സാധിക്കുന്നത്? മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് എപ്പോഴാണ് സാധിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടുമ്പോൾ. അതല്ലേ പരിശുദ്ധ അമ്മ നമ്മളെ ഈ ശുശ്രൂഷയിലൂടെ നയിക്കുന്നത് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തെയും പരിശുദ്ധ അമ്മ ഇങ്ങനെ മെല്ലെ ഒരുക്കി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുവാൻ. അതിനാൽ തന്നെയാണ് ആരംഭത്തിൽ അച്ഛൻ പറഞ്ഞത്, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാംസം ധരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഈശോയെ, ഈ വചനത്തിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ, എൻ്റെ കുടുംബത്തിലുണ്ടാകട്ടെ. ഈ വചനം എന്നിൽ, എൻ്റെ കുടുംബത്തിൽ മാംസം ധരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ നമ്മളെ നയിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടും. ആത്മാവിൻ്റെ ഫലം സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് അതിലേറ്റവും വലിയ സവിശേഷത എളിമയുള്ള ഒരു ജീവിതമായിരിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം എളിമ നിറഞ്ഞ ജീവിതമാണ്. അഹങ്കാരം പൂർണ്ണമായി മാറ്റപ്പെട്ട അവസ്ഥ. പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കിയേ. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ അവൾ ആദ്യം ചെയ്തത് തൻ്റെ ബന്ധുവായ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സഹായിക്കാൻ പോയി. ഞാൻ ദൈവപുത്രൻ്റെ അമ്മയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു. ഇല്ല, എളിമപ്പെട്ടുകൊണ്ട് തൻ്റെ ജീവിതത്തെ ഇതാ പരിശുദ്ധ അമ്മ എളിമപ്പെടുത്തി സഹായിക്കുവാനായി കടന്നു ചെല്ലുന്ന പരിശുദ്ധ അമ്മ. ലൂക്കാസ് സുവിശേഷം 1:48 തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എളിമയുടെ തലത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ നമ്മളെ സഹായിക്കും, ശക്തിപ്പെടുത്തും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് കടന്നു വന്ന സ്നാപക യോഹന്നാൻ്റെ ജീവിതം. മത്തായിയുടെ സുവിശേഷം 3:11 തിരുവചനം, സ്നാപക യോഹന്നാൻ പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഈശോയെക്കുറിച്ച് പറയുന്നതാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ. പ്രിയമുള്ളവരെ, ഈ സ്നാപക യോഹന്നാൻ ഇത് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. സ്നാപക യോഹന്നാനെ പ്രവാചകനായി ഒക്കെ കണക്കാക്കുന്ന ഒരു ജനത്തിൻ്റെ മുൻപിൽ സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഞാനിതൊന്നുമല്ല, ഞാനിതാ കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ വന്ന എളിയവനായ ഒരു മനുഷ്യൻ മാത്രമാ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ സ്നാപക യോഹന്നാൻ പറയുകയാണ്, എളിമപ്പെട്ടുകൊണ്ട് പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് സ്വയം എളിമപ്പെടുകയാണ്.
പ്രിയമുള്ളവരെ, ഇതേ എളിമയുടെ മനോഭാവം തന്നെയല്ലേ ഈശോയും തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുമ്പോൾ ഇതാ ഈശോ പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 14-15 തിരുവചനങ്ങള്, ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു പിതാവായ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ നിന്നും ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവപുത്രൻ ഇതാ സ്നാപക യോഹന്നാന്റെ പക്കൽ നിന്നും സ്നാനം സ്വീകരിക്കുന്നു. എന്ന് വെച്ചാൽ തന്നെ തന്നെ എളിമപ്പെടുത്തി ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇതാ ആ നദിയിലിറങ്ങി സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുമ്പോൾ ഓർക്കണം, ആത്മാവിനാൽ നിറയപ്പെടുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതം എളിമയുടെ തലത്തിലേക്ക് തമ്പുരാൻ കൈപിടിച്ച് നയിക്കും. പരിശുദ്ധ അമ്മ അതിന് നമ്മളെ ചേർത്ത് നിർത്തും, നമ്മുടെ കൂടെ ഉണ്ടാകും. ഓർക്കണം കേട്ടോ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ നമ്മളെ നയിക്കേണ്ടത് ഈ ഒരു അഭിഷേകത്തിലേക്കാണ്. ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമൂലമായ മാറ്റം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ദൈവ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളെ നയിക്കും. നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്ലീഹന്മാരിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കടന്നു വന്നപ്പോൾ അവരുടെ ഭയം മാറി, പേടി മാറി, ആകുലത മാറി, ഉത്കണ്ഠ മാറി, നിരാശ മാറി. അവർ പ്രത്യാശയുള്ളവരായി തീരുകയും ഏത് കാര്യത്തെക്കുറിച്ച് അവർ ഭയപ്പെട്ടോ പേടിച്ചിരുന്നോ ആ കാര്യം ജനത്തിൻ്റെ മുൻപിൽ ഏറ്റുപറയുവാൻ പാകത്തിന് വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് അവർ വളർന്നു വരികയാണ്. ആരെയും പേടിക്കാതെ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ടുള്ള വലിയൊരു അഭിഷേകം ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ അവർക്ക് ലഭിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇതെല്ലാം സ്വീകരിക്കുവാൻ അവരെ ഒരുക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ അങ്ങനെയാണ് നമ്മളെല്ലാവരെയും ആത്മീയ ജീവിതത്തിൽ കൃപയുള്ളവരായിട്ട് മുന്നേറുവാൻ പരിശുദ്ധ അമ്മയെ ഒരുക്കും. നമ്മളൊന്ന് മാത്രം ചെയ്താൽ മതി, പരിശുദ്ധ അമ്മയോട് അങ്ങ് ചേർന്നിരുന്നാൽ മതി. പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, ഞാൻ എന്നെ പൂർണ്ണമായ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക, ഞാൻ പരിശുദ്ധ അമ്മയുടേതാണ്. പരിശുദ്ധ അമ്മയുടേതാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ പരിശുദ്ധ അമ്മയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇടപെടുവാനായിട്ട്. പരിശുദ്ധ അമ്മ ഇടപെട്ടു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതം നമുക്കറിയാം, വലിയ വിശുദ്ധിയുടെ ജീവിതം, ലോകത്തിന് മുഴുവൻ മാതൃകയായ ജീവിതം, എല്ലാവരെയും സ്നേഹിക്കുന്ന ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ വരെ ഉദാത്തമായ മാതൃക കാണിച്ചു തന്ന ജീവിതം നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏതൊരു രാജ്യത്ത് ചെന്നാലും വിമാനത്താവളത്തിൽ ആദ്യമിറങ്ങുമ്പോൾ ആ ദേശത്തെ ഇതാ കമിഴ്ന്ന് ചുംബിക്കുന്നു. എന്ന് വെച്ചാൽ അത്രത്തോളം എളിമപ്പെടുന്ന വലിയൊരു എല്ലാവരെയും ആ എളിമയിലേക്ക് നയിക്കുന്ന ഒരു ജീവിതത്തിനുടമയായി തീർന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. പ്രിയമുള്ളവരെ ഓർക്കണം, പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും സങ്കേതമാണ്, നമ്മുടെ എല്ലാവരുടെയും ആശ്രയമാണ്. അമ്മയുടെ അങ്ങ് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ഈ അമ്മമാരുണ്ടല്ലോ, ഈ പിള്ളേരെ ഇങ്ങനെ എളിയിലെടുത്ത് വെക്കും, എന്നിട്ട് കഥയൊക്കെ പറയും, ചിലപ്പോൾ പാട്ടൊക്കെ പാടും. ഈ പിള്ളേർ ഭക്ഷണം കഴിക്കുന്നത് പിള്ളേരെ അറിയില്ല. അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോ പക്ഷികളെ കാണിച്ചു കൊടുത്ത്, കാക്കയെ കാണിച്ചു കൊടുത്ത്, മറ്റു പക്ഷികളെ കാണിച്ചു കൊടുത്ത് കൊച്ചറിയാതെ വാ പൊളിക്കും. ഒരു 10 മിനിറ്റ് അമ്മയുടെ എളിയിലിരിക്കുന്ന കൊച്ച് പാത്രത്തിലെ ചോറ് തീരുമ്പോഴാണ് അമ്മ മെല്ലെ അടുത്ത കാര്യത്തിന് പോകുമ്പോഴാണ് അറിയുന്നത് ഇത്രയും ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ എന്ന്. അതുപോലെ പരിശുദ്ധ അമ്മയോട് നമ്മളങ്ങ് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം അറിയാതെ പരിശുദ്ധ അമ്മ നമ്മളെങ്ങനെ കൈപിടിച്ചോളൂ, ആത്മാവിൻ്റെ നിറവിലൂടെ നമ്മളെ നയിച്ചോളൂ. അപ്പം നമ്മൾ ആത്മാവിനാൽ നിറയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറും. ഈ ശുശ്രൂഷ നമ്മളെ നയിക്കുന്നതും അതിലേക്കാണ്. ആത്മാവിനാൽ നിറയപ്പെടുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് നയിക്കുകയാണ്. 21-ാം ദിനത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ നിയോഗം കേട്ടോ. എല്ലാവരും നിങ്ങളുടെ ഭൗതികമായ ഒത്തിരി നിയോഗങ്ങളുണ്ട്, അതിൻ്റെ എല്ലാം മുകളിലായിട്ട് ഇന്നത്തെ നിയോഗം, ഈശോയെ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കണം, ഈശോയെ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ആത്മാവിനാൽ നിറയപ്പെടുവാനായി പ്രിയ മക്കളായി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണേ.
നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുവാൻ, നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം കൈപിടിച്ച് നയിക്കുന്ന, വഴി നടത്തുന്ന അനുഭവം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കണം. ഇന്നത്തെ നമ്മുടെ പ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പ്രവൃത്തിയായിട്ട് ഗലാത്യ ലേഖനം 5:22-23 വചനം ഒന്ന് കാണാതെ പഠിക്കണം. നമുക്ക് ഗലാത്യ ലേഖനം 5:22-23 എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. അച്ഛന് കൂടി ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇതൊന്ന് എഴുതി ഇന്നൊന്ന് കാണാതെ പഠിച്ച് ആവർത്തിച്ച് പറഞ്ഞ്, ഈശോയെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലങ്ങളാൽ ഞങ്ങൾ നിറയപ്പെടുവാനായി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ എന്ന് നമ്മൾ ഇന്നത്തെ പ്രവൃത്തിയായിട്ട് ഈ ഒരു കാര്യം ചെയ്ത് പരിശുദ്ധാത്മാവിന് ഫലങ്ങളാൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കാം, കണ്ണുകളൊന്ന് അടയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ ജീവിതം നിറയപ്പെട്ട് ജീവിതത്തെ നയിച്ച പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ വിമല സങ്കേത ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പകർന്നു നൽകുവാൻ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. സ്നാപക യോഹന്നാനിൽ, എലിസബത്തിൽ, ചിതറിപ്പോയ സ്ലീഹന്മാരിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും പകർന്നു നൽകുവാൻ അവരുടെ ഒപ്പമായിരുന്ന പരിശുദ്ധ അമ്മ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുവാനായി അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. ആത്മാവിൻ്റെ നിറവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാകുവാൻ, എളിമയുള്ളവരായി ജീവിക്കുവാൻ, ദൈവഹിതം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായി ജീവിക്കുവാൻ അമ്മ മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഗലാത്യ 5:22-23 വചനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ ഞങ്ങൾ നിറയപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ദിവികാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പാരിടവും
എല്ലാവരും ചേർന്ന് വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. ത്രിയേക ദൈവത്തെ ആരാധിച്ച ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നോക്കി പാടിക്കേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ചേർന്ന് ആരാധിച്ച ഹല്ലേലൂയ ആരാധിക്കുന്നു. ഹല്ലേലൂയ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ത്രിയേക ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ജീവിത മേഖലകളിൽ ഞങ്ങളുടെ കൂടെയായിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോയിൽ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിലേക്ക് അഭിഷേകത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് നയിക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 3-ാം ഘട്ടത്തിൻ്റെ 2-ാം ദിനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതങ്ങളെ ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് അമ്മ ചേർത്ത് നിർത്തും. വചനചിന്തകളിലൂടെ നാം കണ്ടു പരിശുദ്ധ അമ്മ ഇതാ കടന്നു ചെന്ന ഇടങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന വലിയ അഭിഷേകം. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവേ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രിയ മക്കളുടെ മേൽ നീ പകർന്നു നൽകണമേ. ആത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറയപ്പെടുന്ന ജീവിതം. ഗലാത്യ 5:22-23 വചനങ്ങളുടെ അഭിഷേകത്താൽ ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്ന ജീവിതം നയിക്കുവാൻ സ്വയേ ഞങ്ങളെല്ലാവരെയും നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഭക്തിയോടെ തമ്പുരാന്റെ സന്നിധിയിൽ നമുക്കിരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 41-ാം തിരുവചനം. മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ ഇതാ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പരിശുദ്ധി അമ്മ കടന്നു ചെന്ന എലിസബത്തിന്റെ ഭവനം ആത്മാവിനാൽ നിറയപ്പെട്ട ഒരഭിഷേകം. വീണ്ടും ഇതാ ഈശോ സ്ലീഹന്മാരെ ചേർത്ത് നിർത്തിയ സഹിയോൻ ശാലയില് അപ്പസ്തോല പ്രവർത്തനം 1:14 ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടുമൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് അവർ നയിക്കപ്പെടുന്ന വലിയൊരു അഭിഷേകം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ച ഇതാ സ്നാപക യോഹന്നാൻ തന്നെ എളിമപ്പെടുത്തുകയാണ്. കാരണം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു, ഇതാ ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു. ദൈവപുത്രന്റെ അമ്മയാകുവാനുള്ള വിളി സ്വീകരിക്കുമ്പോഴും ഞാനെന്ന ഭാവമില്ല, അഹങ്കാരങ്ങളില്ല, മറിച്ച്
ദാസിയുടെ ശുശ്രൂഷ ചെയ്യുന്ന, വേല ചെയ്യുന്ന പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ എളിമയെന്ന വലിയ പുണ്യം നമുക്ക് ലഭിക്കും. ആത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണം. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ് സ്നാപക യോഹന്നാൻ. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ സ്നാപക യോഹന്നാൻ പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇതാ ഈശോ സ്നാപക യോഹന്നാന്റെ പക്കൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? ഈശോ സ്നാപക യോഹന്നാനോട് പറഞ്ഞു, ഇപ്പോൾ ഇത് അനുവദിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. കാരണം പരിശുദ്ധ അമ്മ തൻ്റെ ദൈവവിളി സ്വീകരിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടിയ. പിന്നീടുള്ള ജീവിതം മുഴുവൻ ഈ ആത്മാവ് നയിച്ച ഒരു ജീവിതമായിരുന്നു. ഈ ആത്മാവിൻ്റെ ഒരു നിറവ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജ്വലനം, ഒരു പുത്തൻ അഭിഷേകം നമ്മളിൽ എല്ലാവരിലും നിറയുവാനായിട്ട് നമുക്ക് ഏവർക്കും ആഗ്രഹിക്കാം. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 2ാം ഘട്ടത്തിൽ ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു ജീവിതം, ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ഒരു ജീവിതം, ആത്മാവിൻ്റെ വലിയ കൃപകളാൽ ദാനങ്ങളാൽ നിറയപ്പെടുന്ന ഒരു ജീവിതം. ഇരുകരങ്ങളും ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹത്തോടെ ഒന്ന് പാടാം. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഈശോയെ, അഭിഷേകത്തോടെ ഈ വരികളോട് ചേർന്ന് നമുക്കൊന്ന് ചേർന്ന് പാടാം. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചേർന്ന് പാടിക്കേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. സ്നേഹന്മാരിൽ നിറഞ്ഞതുപോലെ നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നോക്കിക്കണ്ടേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ഗലാത്യ 5:22-23 വചനങ്ങളുടെ അഭിഷേകം നമ്മളിൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കാം. ഇത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുമ്പോൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളേവരും ആഗ്രഹിക്കുന്നതാണ്. കർത്താവേ, ഈ ആത്മാവിന്റെ ഫലങ്ങളാൽ ഞങ്ങൾ നിറയപ്പെടുവാനായി ദിവികാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഒരിക്കലും കൂടി ആഗ്രഹത്തോടെ നിറയണമേ നീ ഇന്നെന്നുള്ളിൽ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. അപ്പസ്തോലർ ആരാധിച്ച പരിശുദ്ധാത്മാവിന്റെ നിറവഭിഷേകം, അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിന്റെ നിറവഭിഷേകം കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകളാൽ ഞങ്ങൾ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ നമ്മൾ സ്നേഹന്മാർ സ്തുതിച്ചതുപോലെ ഈശോയെ ഇരുകരങ്ങളും ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാമായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുകരങ്ങളും ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. മനസ്സിന്റെ ആഗ്രഹം ഇതാകട്ടെ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോലെ നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. എന്റെ ജീവിതത്തെ അഭിഷേകം ചെയ്യുവാൻ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തോടെ ആഗ്രഹത്തോടെ ഇത് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി സ്തുതിച്ചു പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കരങ്ങളടിച്ച് നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട് ആത്മാവിന്റെ നിറവിന് വേണ്ടി അപ്പസ്തോലർ ആരാധിച്ച പരിശുദ്ധാത്മാവേ, ഇതാ ഞങ്ങളിലേക്ക് നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, പുത്തൻ അഭിഷേകം നൽകണമേ. ഈശോയെ നോക്കി എല്ലാവരും ആഗ്രഹത്തോടെ കരമടിച്ച് ചേർന്ന് പാടുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലർ
ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പഠിക്കേ അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, ചേർന്ന് വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വയം നോക്കിക്കണ്ട് അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പഠിക്കേ അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാടം മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ആഗ്രഹത്തോടെ നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചേർന്ന് ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ശ്വാസത്തോടെ ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വയം നമ്മൾ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കുമ്പോൾ, അഭിഷേകം ലഭിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളുണ്ടല്ലോ നവീകരിക്കപ്പെടുകയാണ്. ജോർദാൻ നദിയില് മാടപ്രാവിന്റെ രൂപത്തില് ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് സ്വർഗത്തിന്റെ അഭിഷേക സ്വരം ലഭിച്ചതുപോലെ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മാമോദീസ വേളയില് ഇതേ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതേ അഭിഷേകം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മെ ഓരോരുത്തരെയും നോക്കി സ്വർഗം പറഞ്ഞതും ഇത് തന്നെയാ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവളെന്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. കർത്താവേ, ആ ഒരു ആത്മാവിന്റെ പുത്തൻ അഭിഷേകം മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, ഉദാശകളുടെ സ്വീകരണത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആത്മാവിന്റെ നിറവ്, അഭിഷേകം ഞങ്ങളിലേക്ക് വീണ്ടും ചൊരിയണമേ. ഞങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആഗ്രഹത്തോടെ ഒരിക്കലോട് ചേരാം, പാടി പ്രാർത്ഥിക്കാം, ഈശോയെ ആരാധിക്കാം. ചേർന്ന് കരമടിച്ച് യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ,
വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ നിറയണമേ. നിറയണമേ നീ എന്നുള്ളിൽ, എല്ലാവരും പാടിക്കേ ആഗ്രഹത്തോടെ. ഒഴുകണമേ ഹൃദയത്തിൽ ശ്രേഷ്ഠിക്കട്ടെ. പുതിയൊരു നദിയായി. ഹല്ലേലൂയ. നിറയണമേ നീ വിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ ഫലങ്ങളാൽ നിറയപ്പെടുവാൻ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയമക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വർഷാവരമുള്ളവരെ പ്രകാരം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു അഭിഷേകം, വലിയൊരു ഉണർവ്, വലിയൊരു പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ എല്ലാവരുടെ കുടുംബങ്ങളില്, വ്യക്തി ജീവിതങ്ങളില്, പ്രാർത്ഥന നിയോഗങ്ങളുടെ മേല് അസ്വസ്ഥതകളെല്ലാം എടുത്തു മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവാകട്ടെ. ഗലാത്യർ 5:22-23 വചനങ്ങളുടെ അഭിഷേകത്താൽ ഫലങ്ങളാൽ നിറയപ്പെടട്ടെ. സ്നേഹമാനന്ദ സമാധാനം, ക്ഷമാദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമയം എന്നീ ഫലങ്ങളാൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതിരാധന. പരിശുദ്ധനേ നന്ദി. ഹല്ലേലൂയ, 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 നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളെ ശാന്തമായി നടച്ച് ആദിയിൽ ജലത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ചൈതന്യം, പൂഴി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവനിലേക്ക് ജീവശ്വാസമായി ദൈവം പകർന്നു നൽകിയ ആത്മാവിൻ്റെ നിറവ്, മമ്മുദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, മറ്റു കുദാശകളുടെ സ്വീകരണത്തിലൂടെ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഈശോ എനിക്ക് പകർന്നു നൽകിയ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. കർത്താവേ, ഈ നിമിഷം കുടുംബം ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന ഈ വലിയ കൂട്ടായ്മയുടെ നിമിഷത്തിൽ അനേക ഇടങ്ങളിൽ ഈശോയെ ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വലിയൊരു പന്തക്കുസ്ത അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ്, അഭിഷേകം വിമല ഹൃദയ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ഈ വിമല സംഗീത ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. അമ്മയോട് ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും അമ്മ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നയിക്കും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് നയിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ഈയൊരു വലിയ നിയോഗം സമർപ്പിക്കാം. ആത്മാവിനെ നമ്മളെല്ലാവരും നിറയപ്പെടണം. നമ്മളെല്ലാവരും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് മാറണം. ഗലാത്യർ 5:22-23 വചനങ്ങളാൽ നാം എല്ലാവരും നിറയപ്പെടണം. നമ്മൾ മാംസം ധരിക്കണം. ഈ വചനം ഞങ്ങൾ നെറ്റുപറഞ്ഞ വചനങ്ങൾ, ശ്രവിച്ച വചനങ്ങൾ പരിശുദ്ധ അമ്മയിൽ മാംസം ധരിച്ചതുപോലെ ഞങ്ങളിലും മാംസം ധരിക്കട്ടെ. നമ്മുടെ ഇന്നിൻ്റെ നിയോഗമാണത്. ആരെല്ലാം ഇന്നും ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു അവരിലെല്ലാം ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഉണ്ടാകട്ടെ. ആത്മാവായ ദൈവമേ കൂടെ ആയിരിക്കണമേ. ഇത്തരം നിയോഗങ്ങൾ എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. സ്ഥലം കൂട്ടായ്മയോട് പ്രാർത്ഥന ചോദിച്ച് ഒത്തിരി നിയോഗങ്ങളുണ്ട്. ഓൺലൈനിലൂടെ ഒത്തിരി നിയോഗങ്ങൾ എഴുതി അയക്കുന്നുണ്ട്. എല്ലാം സമർപ്പിക്കുക. ഈ നിമിഷം നിങ്ങളിതാ ഈശോയെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങളുടെ ഒപ്പം എൻ്റെ നിയോഗത്തെ കൂടെ ചേർത്ത് വയ്ക്കുന്നു. മനസ്സിലേക്ക് തന്നെ പറയട്ടെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും നിരവധിയായ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം എൻ്റെ നിയോഗത്തെ കൂടെ ചേർത്ത് വയ്ക്കുന്നു ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക്.
ഏതാനും നിയോഗങ്ങൾ അച്ഛൻ വേഗമൊന്ന് വായിച്ചു പോവുകയാണ്. പ്രത്യേകമായിട്ട് ഇതാ ഒരു ഭവനം, വിധവയായ ഒരു സഹോദരി ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. ജോലിയിലുള്ള അസ്വസ്ഥതകൾ, കുഞ്ഞുങ്ങളുടെ പഠനം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒത്തിരിയധികം അസ്വസ്ഥതകളുണ്ട്. സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ലഭിക്കുവാൻ, മറ്റു സഹോദരനൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ധൈര്യം, ഈ ധൈര്യം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം. ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഭയം മാറി, പേടി മാറി, ആകുലത മാറി, ഉത്കണ്ഠ മാറി, നമ്മൾ ധൈര്യമുള്ളവരായിട്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നൊരു ബോധ്യം, കർത്താവെ ഒരു അസ്വസ്ഥത എടുത്തു മാറ്റുവാനായിട്ട് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബം ഒന്നിച്ച് പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ, ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കുവാൻ, കൂദാശകളോട് ചേർന്ന് നിൽക്കുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും കൂദാശകളോട് ചേർന്ന് നിൽക്കുവാനും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് അതൊരു സഹോദരി പ്രാർത്ഥനാ നിയോഗം. പ്രത്യേകമായിട്ട് ജോലി മേഖലയിലെ സാധ്യതകൾ ഒക്കെ തെളിഞ്ഞു വരുവാനും, പരീക്ഷകളിൽ ഉന്നത വിജയത്തിന് വേണ്ടിയിട്ടും, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ഒത്തിരി പ്രാർത്ഥന നിയമങ്ങളുണ്ട്. കർത്താവെല്ലാം ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. ദിവികാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഭൗതിക മേഖലയിലെ നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുന്നത് ആത്മീയ മേഖലയിൽ പരിശുദ്ധ ആത്മാവിനാൽ നിറയപ്പെടുമ്പോഴാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നൽകപ്പെട്ടുള്ളൂ. കർത്താവിൻ്റെ രാജ്യം അത് പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്ന ജീവിതമാണ്. കരങ്ങൾ കുപ്പി, കണ്ണുകൾ അടച്ച് മുട്ടിന്മേലായിരുന്നുകൊണ്ട് ആത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. മറ്റെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് സ്വയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ ഭവനത്തെ, ഭവനാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഭവനങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലായിരിക്കുന്നവരെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പി ഭക്തിയോടെ തമ്പുരാന്റെ ദിവികാരുണ്യ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി ഗലാത്യ ലേഖനം 5:22-23 വാക്യങ്ങൾ മനഃപ്പാഠമാക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.